നമസ്കാരം. കോട്ടയം സ്വദേശിനിയായ ഷൈനിയുടെ വാർത്ത നമ്മൾ കുറേ ദിവസമായിട്ട് കേൾക്കാണ്. എന്നാൽ ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ആ സംഭവം നമ്മുടെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് പോകുന്നില്ല. നിസ്സഹായതയുടെ പടുകുഴിയിൽ വീണിട്ടും പിടിച്ചു നിൽക്കാൻ വേണ്ടി ഷൈനി ഒരുപാട് ശ്രമിച്ചു. മാക്സിമം ഫൈറ്റ് ചെയ്ത് നോക്കി. എന്നാൽ എത്ര ഫൈറ്റ് ചെയ്തിട്ടും തനിക്ക് മുമ്പിൽ ഒരു വഴിയും തുറന്നു വരുന്നില്ല എന്ന് മനസ്സിലാക്കിയ ഷൈനിക്ക് വേറെ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല. ഷൈനി ശരിക്കും രക്ഷപ്പെടുകയായിരുന്നു. ഈ ലോകത്ത് തന്നെ രക്ഷപ്പെടുകയായിരുന്നു. കാരണം ഷൈനിക്ക് ഉറപ്പായിരുന്നു തന്നെ ആരും ഹെൽപ്പ് ചെയ്യില്ല, ആരും സപ്പോർട്ട് ചെയ്യില്ല. ഷൈനി ഒരുപാട് വാതിലുകളിൽ മുട്ടി, പക്ഷെ ഒരു വാതിലും ഷൈനിക്ക് വേണ്ടി തുറന്നു കൊടുത്തില്ല. മാത്രമല്ല ഷൈനിയുടെ വീട്ടുകാർ പോലും ഷൈനിക്ക് സപ്പോർട്ടില്ലായിരുന്നു. വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് പോലും തനിക്ക് ഒരു രീതിയിലുള്ള സപ്പോർട്ടും കിട്ടില്ല എന്ന് ഷൈനിക്ക് ഉറപ്പായിരുന്നു. ഷൈനിക്ക് അവഗണന മാത്രമാണ് സ്വന്തം വീട്ടിൽ നിന്ന് കിട്ടിയത്. പിന്നെ ഷൈനി എന്ത് ചെയ്യാനാണ്? ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, കുറച്ചും കൂടി ഒന്ന് പിടിച്ചു നിന്നാൽ പോരായിരുന്നോ? കുറച്ചും കൂടി ഒന്ന് ഫൈറ്റ് ചെയ്തുകൂടായിരുന്നോ? എന്തിനാ ഇങ്ങനെ ചെയ്തത്? ഈ പറഞ്ഞവരുടെ ഒക്കെ മുമ്പിൽ ഷൈനി ചിലപ്പോൾ ചെന്ന് കൈ നീട്ടിയിട്ടുണ്ടായിരിക്കാം. അവരൊക്കെ ഷൈനിയുടെ മുമ്പിൽ കൈ മലർത്തി കാണിച്ചിട്ടും ഉണ്ടാകാം. എന്നിട്ട് ഇപ്പോൾ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായതിനു ശേഷം പറയുന്നു, വലിയ സഹതാപത്തോടു കൂടിയിട്ട് പറയുന്നു, ഞങ്ങളോട് വന്ന് ചോദിച്ചാൽ പോരായിരുന്നോ? ഞങ്ങളോട് പറഞ്ഞാൽ പോരായിരുന്നോ? ഞങ്ങൾ എന്തെങ്കിലും വഴി കാണില്ലായിരുന്നോ? ഒന്നുമില്ല. പോയി കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ എളുപ്പമാണ്. അതിന് മുമ്പ് ചെയ്തു കൊടുക്കണം. അവർ സഹായം ചോദിക്കുമ്പോൾ നിങ്ങൾ സഹായം ചെയ്തു കൊടുക്കണം. അതല്ലാതെ അവരിവിടെ നിന്ന് പോയതിനു ശേഷം ഞങ്ങൾ സഹായിക്കില്ലായിരുന്നോ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അത് വെറും വാക്കുകൾ മാത്രമാണ്. ആ വാക്കിന് ഒരു വിലയുമില്ല. ഇപ്പം ഏതായാലും ഇപ്പോൾ ഷൈനിയുടെ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാൾക്ക് നല്ല രീതിയിലുള്ള കുറ്റബോധമുണ്ട്. അയാളിപ്പോൾ ജയിലിലാണ്. ജയിലിൽ കിടക്കുന്ന നോബിക്ക് നല്ലതുപോലെ കുറ്റബോധമുണ്ട്, സങ്കടമുണ്ട്. കാരണം ഭാര്യയോട് സ്നേഹമില്ലെങ്കിലും സ്വന്തം മക്കളോട് സ്നേഹം കാണുമല്ലോ. ആ ഒരു കുറ്റബോധവും ആ ഒരു വിഷമവും നോബിയുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് പോലീസുകാരോട് പൂർണ്ണമായിട്ടും അയാൾ സഹകരിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അയാൾ തുറന്നു പറയുന്നുമുണ്ട്. എന്നാൽ ഒരു കുറ്റബോധവും ഇല്ലാത്ത കുറേ ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. ഷൈനിയുടെ വീട്ടുകാർ, ഷൈനിയുടെ അച്ഛൻ, അമ്മ, ഷൈനിയുടെ സഹോദരങ്ങൾ, അവർക്കൊന്നും ഒരു കുറ്റബോധവും ഇല്ല. അവരുടെ തലയിൽ നിന്ന് എന്തോ ഒരു ഭാരം ഇറങ്ങിപ്പോയ രീതിയിലാണ് അവർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അവർക്കൊരു കുറ്റബോധവും ഇല്ല, ഒരു വിഷമവും ഇല്ല. അതല്ലെന്നുണ്ടെങ്കിൽ ആ അച്ഛൻ മാധ്യമങ്ങളോട് ചിരിച്ചോട് സംസാരിക്കുമോ? കുറേ ആൾക്കാർ അയാളെ ന്യായീകരിക്കുന്നുണ്ട്. അയാൾക്ക് ചിലപ്പോൾ വിഷമം കാണും, ആ വിഷമം കാണിക്കാത്തതായിരിക്കും. അച്ഛന്മാരങ്ങനല്ലേ, വിഷമം കാണിക്കാത്തതായിരിക്കും. ശരിയാണ്, വിഷമം കാണിക്കാത്തതായിരിക്കും. എന്നാൽ ഉള്ളിൽ വിഷമം വെച്ചിട്ട് പുറത്തിങ്ങനെ ചിരിക്കാൻ പറ്റുമോ? എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം അമ്മയ്ക്ക് വിഷമം കാണില്ലേ? ഇത് വിഷമവും ഇല്ല, ഒന്നുമില്ല, ഒരു കുറ്റബോധവും ഇല്ല. അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് വേറൊരു കാര്യവും കൂടി, വേറൊരു തെളിവും കൂടി ഞാൻ കാണിച്ചു തരാം. ഈ ഷൈനിയുടെ ഈ സംഭവം എല്ലാം കഴിഞ്ഞിട്ട് ഷൈനിയെയും മക്കളെയും കൊണ്ടുവന്നത് ഷൈനിയുടെ സ്വന്തം വീട്ടിലേക്കാണ്. അപ്പൊ ഷൈനിയുടെ സ്വന്തം ഇടവകയിൽ ഇവരെ അടക്കം ചെയ്യാമെന്നാണ് ആദ്യം കരുതിയിരുന്നത്. എന്നാൽ നോബിയും വീട്ടുകാരും അത് സമ്മതിച്ചില്ല. അവരുടെ ഇടവകയിൽ തന്നെ ഇത് ചെയ്യണമെന്നായിരുന്നു നോബിയുടെ ആവശ്യം. അപ്പൊ ആ ആവശ്യം അംഗീകരിക്കാൻ വേണ്ടിയിട്ട് ഷൈനിയുടെ വീട്ടുകാർ 3 കണ്ടീഷൻ നോബിക്ക് മുമ്പിൽ വെച്ചു. ആദ്യത്തെ 2 കണ്ടീഷൻ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനാണ്. എന്നാൽ 3ാമത്തെ കണ്ടീഷൻ, അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. അത് കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ പറ, ഷൈനിയുടെ വീട്ടുകാർക്ക് ഷൈനിയോട് സ്നേഹം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത്. ഞാനൊരു ഓഡിയോ കേൾപ്പിച്ചു തരാം. അതിനുശേഷമാണ് ഒരു 3 ദിവസം മുമ്പാണ് ഞാൻ കൃത്യമായിട്ട് അറിയുന്നത് ഇതിന് 3 കണ്ടീഷൻസ് ആണ് ഉണ്ടായിരുന്നത്. ഒന്ന്, നോബിയും പിള്ളേരും അവിടെ വേണം. 2, അവിടെ കുറച്ച് നേരം ആ വീട്ടിൽ പൊതുദർശനത്തിൽ വേണം. 3ാമത്തെ കണ്ടീഷൻ, നമ്മുടെ തല കറങ്ങി പോകുന്ന ഒരു കണ്ടീഷനാണ് ആ വീട്ടുകാർ വെച്ചത്. അവർക്ക് കാരിത്താസിൽ 3 ദിവസം 2 ദിവസം വെക്കേണ്ടതെന്നും വീട്ടിൽ 12 ഉണ്ടെന്നും ഇതിന്റെ എല്ലാ ചെലവുകളും നോബി തരണം, നോബി തന്നാൽ ഈ ബോഡി വിട്ടു കൊടുക്കാമെന്നാണ് പറഞ്ഞത്. എന്നോട് പോലും ഈ 3ാമത്തെ കണ്ടീഷൻ എന്നോട് പറഞ്ഞിരുന്നില്ല. ഞാൻ മിനിയാന്നാണ് അതോ നാളാണോ ഞാൻ ഇവരും പറഞ്ഞ, പക്ഷേ ഇവർ പറഞ്ഞ, പക്ഷേ ഞാൻ ആരോടും വെളിയിൽ ഞാൻ വിട്ടില്ല. ഇപ്പൊ അപ്പനാഥ് ടിവിയിൽ തന്നെ ഇത് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, സ്വന്തം മകളുടെയും കൊച്ചുമക്കളുടെ വെച്ച് വില പറഞ്ഞ് ആ അമ്മ, ആ അപ്പന, ഷൈനിയുടെ അപ്പനെ എന്ത് വിളിക്കണം, അല്ല ഷൈനിയുടെ വീട്ടുകാരെ എന്ത് വിളിക്കണം? അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം. അതൊന്ന്. 2, ആ കണ്ടീഷൻ സമ്മതിച്ച് കേട്ടല്ലോ. ആദ്യത്തെ 2 കണ്ടീഷൻ ഓക്കെ, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. നോബിയും മകനും വന്നെങ്കിൽ മാത്രമേ വിട്ടുതരത്തുള്ളൂ, അതൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. 3ാമത്തെ കണ്ടീഷൻ, ഷൈനി എവിടെ നിന്നാണോ രക്ഷപ്പെട്ടു വന്നത് അവിടേക്ക് തന്നെ ഷൈനിയെ പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് പൈസ വാങ്ങിച്ചേക്കുന്നു. ചെലവായ പൈസ മുഴുവൻ നോബിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചേക്കുന്നു. ഇനിയും പറ, ഇയാൾക്ക് സ്നേഹമുണ്ടോ? ആ അച്ഛന് സ്നേഹമുണ്ടോ? സ്നേഹമുണ്ടായിരുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവരെ അങ്ങോട്ടേക്ക് വിട്ടു കൊടുക്കില്ലായിരുന്നു. സ്നേഹമില്ല. ഇതുകൂടി കേട്ടപ്പോൾ അയാളോട് എനിക്ക് തോന്നുന്നത് വെറുപ്പാണ്. സത്യത്തിൽ നോബിയോടൊപ്പം ഇയാളെയും കൂടി പിടിച്ച് ജയിലിലിടേണ്ടതാണ്. സത്യമല്ലേ? അയാളെയും കൂടി പിടിച്ച് ജയിലിടണം. നോബി ഒരു കാരണമാണെന്നുണ്ടെങ്കിൽ സ്വന്തം അച്ഛനും അമ്മയും കൂടി കാരണമാണ്, സ്വന്തം വീട്ടുകാരും കാരണമാണ്. അവരുടെ പങ്ക് ഇതിനകത്ത് ചെറുതല്ല.
നല്ല രീതിയിൽ അവരും പങ്കുവഹിച്ചിട്ടുണ്ട്. പൈസ വാങ്ങിച്ചേക്കുന്നു. സ്വന്തം മകൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടിയിട്ട് ചെലവായ തുച്ഛമായിട്ടുള്ള തുകയായിരിക്കുമല്ലോ ചെലവായത്. ആ പൈസ പോലും വാങ്ങിച്ചിട്ടാണ് വിട്ടുകൊടുത്തത്. എന്ത് വൃത്തികെട്ട മനോഭാവത്തിന് ഉടമകളാണെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ചിന്തിച്ചു നോക്കിക്കേ. ദൈവത്തെ വിളിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുമോ? സ്വന്തം മകളോട് സ്നേഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുമോ? ഒരിക്കലും ചെയ്യില്ല. ഇതാണ് നമ്മുടെ നാട്ടിൽ പല സ്ത്രീകളുടെയും അവസ്ഥ. പല സ്ത്രീകളും കല്യാണം കഴിച്ച് വിട്ടുകഴിഞ്ഞാൽ അവരെ വെറും ബാധ്യതകളായിട്ടാണ് സ്വന്തം വീട്ടുകാർ കാണുന്നത്. നോബിക്ക് ഇപ്പൊ കുറ്റബോധമെങ്കിലും ഉണ്ട്, ഇവർക്ക് കുറ്റബോധം പോലും ഇല്ല. ഞാനൊന്ന് സഹായിച്ചിരുന്നെങ്കിൽ, ഞാനൊന്ന് സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ എൻ്റെ മകൾക്ക് ഈ ഒരു അവസ്ഥ വരില്ലല്ലോ എന്നുള്ള കുറ്റബോധം പോലും അവർക്കില്ല. ഇപ്പൊ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ഒരു പുലർച്ചെ വീട്ടുകാരോട് പോലും കള്ളം പറഞ്ഞ് ഷൈനി മക്കളെയും കൂട്ടി ഇറങ്ങിപ്പോയത് എന്നുള്ളത് ഇപ്പൊ മനസ്സിലായില്ലേ? അവിടെ അവഗണന മാത്രമായിരിക്കും. അവർക്ക് തിന്നാൻ കൊടുക്കുന്നതിന് പോലും ആ തന്ത കണക്ക് പറയുന്നുണ്ടായിരിക്കാം, ആ അപ്പം കണക്ക് പറയുന്നുണ്ടായിരിക്കാം. അങ്ങനെ ഉള്ളിടത്ത് സ്വന്തം മക്കളെയും കൂട്ടി എങ്ങനെ നിൽക്കാനാണ്? ഷൈനിക്ക് വരുമാനം ഉണ്ടായിരുന്നില്ല, ഒരു വഴിയും ഉണ്ടായിരുന്നില്ല. നോബിക്ക് അറ്റ്ലീസ്റ്റ് സ്വന്തം മക്കൾക്കെങ്കിലും ചെലവിന് കൊടുത്തുകൂടായിരുന്നു. ഇപ്പൊ കുറ്റബോധം ഉണ്ട്, വിഷമമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആ മക്കൾക്കെങ്കിലും ചെലവിന് കൊടുത്തിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഷൈനി ഒന്ന് പിടിച്ചു നിന്നേനെ. സ്വന്തം അപ്പന്റെ അമ്മയുടെ ഭാഗത്തു നിന്ന് പോലും അവഗണന കിട്ടുന്ന ഒരു സ്ത്രീ. കല്യാണം കഴിഞ്ഞിട്ട് പോയ സ്ത്രീകള് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് എന്ത് പ്രശ്നമാണെന്നുണ്ടെങ്കിലും സ്വന്തം വീട്ടുകാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കും. എന്നാൽ സ്വന്തം വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് പോലും ഒരു സപ്പോർട്ടും ഇല്ല, ഒരു പരിഗണനയും ഇല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെ ജീവിക്കും? അല്ലെന്നുണ്ടെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിരിക്കണം, ജോലി ഉണ്ടായിരിക്കണം. ഷൈനിക്ക് ജോലി ഇല്ലാതെ ആയിപ്പോയത് എന്തുകൊണ്ടാണ്? ആ നോബി കാരണമാണ്, ഭർത്താവിന്റെ വീട്ടുകാർ കാരണമാണ്. ഷൈനി പഠിപ്പും വിവരവും ഒക്കെ ഉള്ളൊരു സ്ത്രീ ആയിരുന്നു. BSc നേഴ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ പഠിപ്പൊന്നും അല്ലല്ലോ. എന്നിട്ട് ഷൈനിക്ക് ജോലിക്ക് പോകാൻ പറ്റാതെ ആയതും, ഷൈനിക്ക് ഈ 10-12 വർഷം ഗ്യാപ്പ് വന്നതും എന്തുകൊണ്ടാണ്? ഭർത്താവിന്റെ വീട്ടുകാർക്ക് വേണ്ടി അടിമപ്പണി ചെയ്തു. ആ വീട്ടിൽ പോയി ഷൈനി പണി ചെയ്തതിന്റെ പൈസയെങ്കിലും ഷൈനിക്ക് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ, ആ വിലയെങ്കിലും ഷൈനിക്ക് അവർ കൊടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു അവസ്ഥ ഷൈനിക്ക് വരില്ല. ഇപ്പൊ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്, ആ കുട്ടികളെ ഞങ്ങൾക്ക് തന്നായിരുന്നെങ്കിൽ ഞങ്ങൾ വളർത്തിയേനെ, ഷൈനി ഞങ്ങളുടെ അടുത്ത് വന്നിരുന്നെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും ചെയ്തേനെ. ഒന്നും ചെയ്യാൻ പോകുന്നില്ല. കുട്ടികളെ കിട്ടിയിട്ട് നിങ്ങൾ എന്തോ ചെയ്യാനാണ്? വേണമെങ്കിൽ ഒരു 5-6 ദിവസം ഭക്ഷണം കൊടുക്കുമായിരിക്കും. അത് കഴിയുമ്പോൾ നിങ്ങൾക്കും ബാധ്യതയാവും. എല്ലാവരുടെയും അവസ്ഥ അങ്ങനെയാണ്. സ്വന്തം വീട്ടുകാർക്ക് ബാധ്യതയാണ്, പിന്നെയല്ലേ ബാക്കിയുള്ളവർക്ക്, നാട്ടുകാർക്ക്. ഇപ്പൊ നേതാക്കന്മാരും MLAയും എല്ലാവരും പറയുന്നുണ്ട്, അച്ഛന്മാരുൾപ്പെടെ പറയുന്നുണ്ട്, പള്ളിയിലച്ഛന്മാരുൾപ്പെടെ പറയുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ആ ഇടവകയിലെ പള്ളിയിലച്ഛൻ നോബിയോട് പറയാമായിരുന്നു മക്കൾക്കെങ്കിലും ചെലവിന് കൊടുക്കാൻ. അവർ പറഞ്ഞില്ലല്ലോ. ഒരുപാട് ആൾക്കാർ ഒത്തുതീർപ്പിന് വേണ്ടിയിട്ട് നടന്നു എന്നാണ് പറയുന്നത്. ആരുടെയും ഒത്തുതീർപ്പ് ഒരു ഫലവും കണ്ടില്ല. ഒത്തുതീർപ്പിന് നടന്നവര് അറ്റ്ലീസ്റ്റ് ആ മക്കൾക്കെങ്കിലും ചെലവിന് കൊടുക്കാൻ വേണ്ടി പറയാമായിരുന്നു. അമ്മയുടെ മാത്രം ഉത്തരവാദിത്തമല്ലല്ലോ മക്കള്. അമ്മ മാത്രമല്ലല്ലോ മക്കൾക്ക് ചെലവിന് കൊടുക്കേണ്ടത്. അമ്മ മാത്രമല്ലല്ലോ മക്കൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അച്ഛനും ഉത്തരവാദിത്തമുണ്ടല്ലോ. ഏറ്റവും കൂടുതൽ എനിക്കിപ്പോൾ വെറുപ്പ് തോന്നുന്നത് ഷൈനയുടെ വീട്ടുകാരോടാണ്. ഈ ഒരു തെളിവ് കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇനിയും പറ, ഷൈനയുടെ വീട്ടുകാർക്ക് എന്തെങ്കിലും കുറ്റബോധമുണ്ടോ? എന്തെങ്കിലും വിഷമമുണ്ടോ? ഒരു വിഷമവും ഇല്ല, ഒരു കുറ്റബോധവും ഇല്ല, ഒരു ബാധ്യത തലേന്ന് ഒഴിഞ്ഞു. അതുകൂടാതെ ഇത്രയും നാളും മകൾക്ക് വേണ്ടിയിട്ട് ചെലവാക്കിയ പൈസയും കൂടി അയാൾ വാങ്ങിച്ചെടുത്തു നോബിയുടെ കയ്യിൽ നിന്ന്. സ്വന്തം മകൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ കാരണമായ വ്യക്തിയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ച് സ്വന്തം മകളെയും കൊച്ചുമക്കളെയും വിട്ടുകൊടുത്തേക്കുന്നു. നല്ല അച്ഛൻ. ഇപ്പൊ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് അയാൾ ചിരിച്ചോട് സംസാരിക്കുന്നതെന്ന്? കാരണം പൈസ കിട്ടി, സന്തോഷമായി, ബാധ്യത തലേന്നൊഴിഞ്ഞു. ഇനി മകളെ നോക്കണ്ട, അതിന്റെ പൈസ ചെലവാക്കണ്ട, നല്ല വലിയൊരു ബാധ്യത തന്നെ തലേന്നൊഴിഞ്ഞു. കൂടാതെ തന്നെ ഇഷ്ടം പോലെ കാശും കിട്ടി. ഇനി സന്തോഷത്തോടു കൂട്ടിയിരിക്കരുതോ? വയസ്സാം കാലത്ത് ഇനി വേറെന്തോ വേണം?